ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ നായികമാർ 1, 2, 3 കല്യാണം കഴിച്ചവരുണ്ട്. ഓരോരുത്തരെയായി നമുക്ക് വിശദമായി പരിചയപ്പെടാം. കാവ്യ മാധവൻ ആദ്യം വിവാഹം ചെയ്തത് നിശാൽ ചന്ദ്രയായിരുന്നു. 2009 ഫെബ്രുവരി 9 ഇരുവരും വിവാഹിതരായെങ്കിലും 2011 ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷം കാവ്യ മാധവൻ രണ്ടാമതായി വിവാഹം ചെയ്തത് ദിലീപിനെ ആയിരുന്നു. നവംബർ 25, 2016. മല്ലിക ആദ്യം വിവാഹം ചെയ്തത് ജഗദീഷ് ശ്രീകുമാരനെ ആയിരുന്നു. 1974 വിവാഹിതരായി. 1976 വിവാഹിതമോചിതരായി. അതിനുശേഷം മല്ലിക വിവാഹം ചെയ്തത് സുകുമാരനെ ആയിരുന്നു. 1978 ഒക്ടോബർ 17. ബിന്ദു പണിക്കർ 1997 ബിജുവിനെ വിവാഹം ചെയ്തു. അതിനുശേഷം ഇരുവരും വിവാഹമോചിതരായതിനു ശേഷം സായ്കുമാറിനെ 2009 വരണമാല്യം ചാർത്തി. ദിവ്യ ഉണ്ണി 2002 സുധീർ മേനോനെ വിവാഹം ചെയ്തു. 2017 ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷം ഫെബ്രുവരി 2018 അരുൺ കുമാറിനെ പുനർവിവാഹം ചെയ്തു. ശാന്തികൃഷ്ണയുടെ ആദ്യ ഭർത്താവ് ശ്രീനാഥ് ആയിരുന്നു. 1984 ഇരുവരും വിവാഹിതരായി. 1995 ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷം ശാന്തികൃഷ്ണ സദാശിവൻ ബച്ചറിനെ വിവാഹം ചെയ്തു. തന്മാത്ര എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മീര വാസുദേവ്. മീര വാസുദേവ് ആദ്യം വിവാഹം ചെയ്തത് വിശാൽ അഗർവാളിനെ ആയിരുന്നു. 2005 ഇരുവരും വിവാഹിതരായി. 2010 ഇരുവരും വിവാഹമോചിതരായി. അതിനുശേഷം 2012 ജോൺ കോക്കറിനെ വിവാഹം ചെയ്തു എങ്കിലും 2016 ഇരുവരുടെയും ദാമ്പത്യം തകർന്ന് രണ്ടുപേരും വിവാഹമോചിതരായി. നമ്മുടെ മലയാള സിനിമയിലെ നായികമാരുടെ വിവാഹവും പുനർവിവാഹവും ഈ ഒരു എപ്പിസോഡിൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 2 നാളെ ഇതേ ചാനലിൽ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. പുതിയ പുതിയ കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.